ഒരു റിലേഷൻഷിപ്പ് വർക്ക് ആവാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല. ഇറ്റ് ഡിപ്പെൻസ് ഓൺ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യു നീഡ് ടു ഹാവ് എ പാർട്ട്ണർ ഹു വാണ്ട്സ് ടു ബി എ പാർട്ട്ണർ, നോട്ട് സംബഡി ഹൂസ് ലുക്കിംഗ് ഫോർ എ പാർട്ട്ണർ, അല്ലേ? അപ്പം നമ്മളുടെ മാനസികമായ തയ്യാറെടുപ്പുകൾ ടു നർച്ചർ ദ റിലേഷൻഷിപ്പ് രണ്ടുപേരുടെയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പം ഇവർ ഇതിന്ന് പുറത്തിറങ്ങിയോണ്ട് ഇവർ ഓൾറെഡി എന്താണ് പറയുക, കിണറ്റിൽ വീണ ആൾക്കാരായതുകൊണ്ട്, ചൂടുവെള്ളത്തിൽ വീണ ആൾക്കാരായതുകൊണ്ട് അവർക്ക് പേടിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉടനെ തന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകരുത്. നിങ്ങളെ റീബിൽഡ് ചെയ്ത് നിങ്ങളുടെ ഒറിജിനൽ പേഴ്സണാലിറ്റി എന്നോ നിങ്ങൾ കുഴിച്ചിട്ടേക്കാണ് എവിടെയോ, അത് എടുത്തോണ്ട് അന്ന് കാലത്തിന് അനുയോജ്യമായ വിധത്തിൽ, ആരോഗ്യം സംരക്ഷിക്കുന്ന വിധത്തിൽ, സമാധാനം ക്രിയേറ്റ് ചെയ്യുന്ന വിധത്തിൽ നിങ്ങൾ അതിനെ മോഡിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നതായിരിക്കും ഉചിതം. അപ്പം അല്ലാണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ വേറൊരു കല്യാണം കഴിച്ചാൽ എല്ലാം ശരിയാവും, അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കരുത്.